നമസ്കാരം. വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തൃപ്രയാർ തേവരുടെ മകയിലെ പുറപ്പാട് ഭക്തി നിർഭരമായി. നാട്ടിക മണ്ഡലം ഇടതുപക്ഷത്തോടൊപ്പം ഉറച്ചു നിൽക്കുന്നുവെന്നും വർഗ വഞ്ചകരെ നാട്ടിക ഒറ്റപ്പെടുത്തുമെന്നും KV അബ്ദുൽ ഖാദർ. NDA നാട്ടിക നിയോജക മണ്ഡലം സ്ഥാനാർത്ഥി CC മുകുന്ദന്റെ തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ നാട്ടിക SN ഹാളിൽ നടന്നു. തൃപ്പയാറിൽ ജിംനേഷ്യത്തിന്റെയും ബ്യൂട്ടി സലൂണിന്റെയും മറവിൽ ലഹരി വിൽപ്പന. 2.270 കിലോഗ്രാം ഹാഷിഷ് ഓയിലുമായി യുവതി പിടിയിൽ. വാർത്തകൾ വിശദമായി. തൃപ്രയാർ തേവരുടെ മകയിലെ പുറപ്പാട് ഭക്തി നിർഭരമായി. ആയിരങ്ങളെ സാക്ഷി നിർത്തിയാണ് തൃപ്പയാർ തേവരുടെ മകേര്യം പുറപ്പാട് നടന്നത്. ആറാട്ടുപുഴ ദേവസംഗമത്തിൽ നെടുനായകത്വം വഹിക്കുന്ന തൃപ്പയാർ തേവരുടെ മകേര്യം പുറപ്പാട് ഭക്തി നിർഭരമായി ആഘോഷിച്ചു. കർക്കടകം രാശിയിൽ പകൽ 1:50-നും 2:30-നും മധ്യയായിരുന്നു ചടങ്ങ്. ഊരായ്മക്കാർ കുളിച്ച് മണ്ഡപത്തിലെത്തി തേവരെ എഴുന്നള്ളിക്കുവാൻ അനുവാദം നൽകിയതിനെ തുടർന്ന് തൃക്കാൽ ശാന്തി ഭഗവാനെ മണ്ഡപത്തിലേക്ക് എഴുന്നള്ളിച്ചു. ബ്രാഹ്മണിപ്പാട്ടും മണ്ഡപത്തിൽ പറയും കഴിഞ്ഞ് ഭഗവാൻ ആറാട്ടിനായി സ്വർണ്ണക്കോലത്തിൽ പുറത്തേക്ക് എഴുന്നള്ളി. സേതുകുളത്തിലെ ആറാട്ടിനു ശേഷം പാണ്ടിമേളത്തിന്റെ അകമ്പടിയോടുകൂടി ക്ഷേത്രത്തിലേക്ക് തിരിച്ചെഴുന്നള്ളും പതിവ്. ചടങ്ങുകൾക്ക് ശേഷം പാണികൊട്ടി പുറത്തേക്ക് എഴുന്നള്ളിച്ച് തീർത്ഥകിണറ്റിൻകരയിൽ ചെമ്പിലാറാട്ട്, അത്താഴ പൂജ, ശിവേലി എന്നിവയും നടന്നു. നാട്ടിക മണ്ഡലം ഇടതുപക്ഷത്തോടൊപ്പം ഉറച്ചു നിൽക്കുന്നുവെന്നും വർഗ വഞ്ചകരെ നാട്ടിക ഒറ്റപ്പെടുത്തുമെന്നും KV അബ്ദുൽ ഖാദർ. LDF നാട്യ നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ പെരുങ്ങോട്ടുകര ശാന്തി പാലസ് ഓഡിറ്റോറിയത്തിൽ നടന്നു. CPIM തൃശൂർ ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാട്ടിക മണ്ഡലം ഇടതുപക്ഷത്തോടൊപ്പം ഉറച്ചു നിൽക്കുമെന്നും വർഗ വഞ്ചകരെ നാട്ടിക ഒറ്റപ്പെടുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ 10 വർഷമായി കേരളത്തിൽ വർഗീയ ശക്തികളെ ഇടതുപക്ഷം ചെറുത്തു തോൽപ്പിച്ചു. സർവ്വമേഖലയിലും വികസനം കൊണ്ടുവന്നു. അത് അനുഭവിച്ച ജനങ്ങൾ ഇടതുപക്ഷത്തെ കൈവിടില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. CPIM ചേർപ്പ് ഏരിയ കമ്മിറ്റി സെക്രട്ടറി AS ദിനകരൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം VS സുനിൽകുമാർ, CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ഷാജൻ, TR രമേഷ് കുമാർ, UK ഗോപാലൻ, മോഹനൻ അന്തിക്കാട്, PR വസന്തൻ തുടങ്ങിയവർ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു. LDF സ്ഥാനാർത്ഥി ഗീതാ ഗോപിക്ക് കൺവെൻഷനിൽ സ്വീകരണം നൽകി. ഇടതുപക്ഷ മുന്നണി നേതാക്കളായ PR വർഗീസ് മാസ്റ്റർ, ഷീല വിജയകുമാർ, KP സന്ദീപ്, CR മുരളീധരൻ, KM കിഷോർ കുമാർ, KK ജോബി, ഷിന പറയങ്ങാട്ടിൽ, AV ശ്രീവത്സൻ, VD അനിൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. തുടർ പ്രവർത്തനങ്ങൾക്കായി തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഭാരവാഹികളായി AS ദിനകരനെ പ്രസിഡന്റായും KP സന്ദീപിനെ സെക്രട്ടറിയായും KK ജോബിയെ ട്രഷറർ ആയും തെരഞ്ഞെടുത്തു. LDF കൺവീനർ KM ജയദേവൻ സ്വാഗതം പറഞ്ഞ പരിപാടിക്ക് CPI മണ്ഡലം സെക്രട്ടറി KM കിഷോർ കുമാർ നന്ദി പറഞ്ഞു. NDA നാട്ടിക നിയോജക മണ്ഡലം സ്ഥാനാർത്ഥി CC മുകുന്ദന്റെ തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ നാട്ടിക SN ഹാളിൽ നടന്നു. നരേന്ദ്രമോദി നേതൃത്വം നൽകുന്ന ദേശീയ പ്രസ്ഥാനത്തെ ഇപ്പോൾ കേരളത്തിലെ പൊതുസമൂഹവും ഏറ്റെടുത്തു കഴിഞ്ഞു എന്നുള്ളതിന്റെ ഉദാഹരണമാണ് CC മുകുന്ദൻ ഉൾപ്പെടെയുള്ള യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരും ദേശീയ ബോധമുള്ള കോൺഗ്രസുകാരുമായ നിരവധി നേതാക്കൾ NDA മുന്നണിയിലേക്ക് വരുന്നതെന്നും കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം മാറ്റിയെഴുതുന്ന തെരഞ്ഞെടുപ്പായിരിക്കും 2026 എന്നും മുൻ ഗോവ ഗവർണർ PS ശ്രീധരൻ പിള്ള പറഞ്ഞു. NDA നാട്യ നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മണ്ഡലം പ്രസിഡന്റ് റിനി കൃഷ്ണപ്രസാദ് അധ്യക്ഷത വഹിച്ചു. സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ്, മുൻ കേന്ദ്രമന്ത്രി ഭഗവത് കുബേ, സ്ഥാനാർത്ഥി CC മുകുന്ദൻ, ഷൈൻ നടിയിരിപ്പിൽ, സുധീഷ് മെനോത്ത് പറമ്പിൽ, EP ഹരീഷ്, സജിനി മുരളി, EP ജാൻസി, BDJS മണ്ഡലം പ്രസിഡന്റ് സുരേഷ് ബാബു, BJP ചേർപ്പ് മണ്ഡലം പ്രസിഡന്റ് ശ്രീരാജ് എന്നിവർ സംസാരിച്ചു. ഇന്നലെ വരെ MLA ആയിരുന്ന 5 കൊല്ലക്കാലം ഞങ്ങളുടെ ഈ മണ്ഡലത്തെ പ്രതികരിച്ച ബഹുമാനപ്പെട്ട ശ്രീ മുകുന്ദൻ, അദ്ദേഹം ഇന്ന് ദേശീയധാരയിലേക്ക് എത്തിയിരിക്കുകയാണ്. എവിടെയാണോ അദ്ദേഹം ഉൾക്കൊള്ളുന്ന
പ്രസ്ഥാനത്തിന് തെറ്റുപറ്റിയത്. ആ തെറ്റ് തിരുത്താനുള്ള ശ്രമമാണ്. ഞാനിത് പറയുമ്പോൾ അദ്ദേഹം CPI-കാരനായിട്ടാണ് ജയിച്ചത്. അവിടെ നിന്നാണ് നരേന്ദ്രമോദിയുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി മാറാൻ അത് മുന്നോട്ട് വന്നിട്ടുള്ളത്. ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരും ഒരൊറ്റ സ്വരത്തിൽ മുന്നോട്ട് പോകണം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരെയും ഒരിക്കൽ കൂടി 2 വാക്ക് മാത്രമേ എനിക്ക് പറയാൻ തോന്നിയുള്ളൂ. പ്രസംഗം മറ്റൊരു പ്രസംഗം കേട്ടപ്പോൾ എനിക്ക് തോന്നി ഞാൻ അത്രയ്ക്ക് അങ്ങനെ എത്തിയിട്ടില്ല, വലിയ പ്രസംഗമൊന്നും വേണ്ട, 2 വാക്ക് പറയണം. അത് വളരെ എന്താ പറയുക, നിങ്ങൾക്ക് ബാധിക്കുന്ന രീതിയിൽ ചില അനുഭവങ്ങൾ പറയും. ഇനിയും 125 ബൂത്തുകളിലും നിങ്ങൾ എന്നെ വിളിക്കുകയാണെങ്കിൽ ആ യോഗത്തിലൊക്കെ വന്ന് എല്ലാ കാര്യങ്ങളും ഇനി കുറെ പറയാനുണ്ട്. അതൊക്കെ പറയുമ്പോൾ ബോറടിക്കും. അത് പറയേണ്ട. ചിലപ്പോൾ പച്ചയായും മറ്റുപോലെ ചില സമയങ്ങളൊക്കെ പറയേണ്ടി വരും. അത് തൃപ്രയാറിൽ ജിംനേഷ്യത്തിന്റെയും ബ്യൂട്ടി സലൂണിന്റെയും മറവിൽ ലഹരി വിൽപ്പന. 2.270 കിലോഗ്രാം ഹാഷിഷ് ഓയിലുമായി യുവതി പിടിയിൽ. തൃപ്രയാറിലെ ജിംനേഷ്യത്തിൽ ജോലി ചെയ്തു വരുന്ന പെരിങ്ങോട്ടുകര താന്യം സ്വദേശി ചെറിയത്ത് വീട്ടിൽ ശ്രീലക്ഷ്മിയാണ് അറസ്റ്റിലായത്. ഇവരിൽ നിന്ന് 2.270 കിലോഗ്രാം ഹാഷിഷ് ഓയിൽ പിടിച്ചെടുത്തു. കൂടാതെ മയക്കുമരുന്ന് വിൽപ്പന നടത്തി അനധികൃതമായി സമ്പാദിച്ച 90,500 രൂപയും ഹാഷിഷ് ഓയിൽ ചില്ലറ വിൽപ്പന നടത്താനായി ഉപയോഗിക്കുന്ന 50 ഒഴിഞ്ഞ ചെറിയ പ്ലാസ്റ്റിക് ബോട്ടിലുകളും പിടിച്ചെടുത്തു. കരയാമുട്ടം സൊസൈറ്റിക്ക് സമീപമുള്ള വാടക വീട്ടിൽ വെച്ചാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലുള്ള ഡാൻസ് സ്ക്വാഡും വലപ്പാട് പോലീസും ചേർന്ന് പ്രതിയെ പിടികൂടിയത്. യുവതിക്ക് മയക്കുമരുന്ന് എത്തിച്ചു നൽകിയയാളെ കുറിച്ചുള്ള നിർണായക വിവരം ലഭിച്ചിട്ടുണ്ട്. സംഭവത്തിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്നും അന്വേഷിച്ചു വരുന്നു. തൃശൂർ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ നാർക്കോട്ടിക് സെൽ DYSP അബ്ദുൽ സലാം, വാടാനപ്പള്ളി ASHO മാത്യു, വലപ്പാട് SI എബിൻ, ഡാൻസ് ഓഫ് SI-മാരായ CR പ്രദീപ്, ഷൈൻ, AS A ലിജു, ഇയാനി, ASCPO ബിജു, CPO-മാരായ നിശാന്ത്, സുർജിത്ത്, സാഗർ, വലപ്പാട് സ്റ്റേഷനിലെ SI ഉണ്ണി, സിയാദ്, സൈനുദ്ദീൻ, CPO ശാലീന എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ പിടികൂടിയത്. കയ്പമംഗലം നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി TM നാസറിന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് മതിലകത്ത് മുൻ KPCC പ്രസിഡന്റ് VM സുധീരൻ ഉദ്ഘാടനം ചെയ്തു. മുൻ KPCC പ്രസിഡന്റ് VM സുധീരൻ ഉദ്ഘാടനം ചെയ്തു. UDF നിയോജക മണ്ഡലം ചെയർമാൻ SA സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ സോണിയാഗിരി, PS മുജീബ് റഹ്മാൻ, സുനിൽ P മേനോൻ, PB മൊയ്തു, MP ജോബി, CS രവീന്ദ്രൻ, CJ പോൾസൺ, CC ബാബുരാജ്, അഡ്വക്കേറ്റ് PH മഹേഷ് എന്നിവർ സംസാരിച്ചു. PK ഷംസുദ്ദീൻ, സജയ് വയനപ്പള്ളി, ആസിഫ് മുഹമ്മദ്, സലീം കൈപ്പമംഗലം, ഷിബു വർഗീസ് എന്നിവർ പങ്കെടുത്തു. മേഖലയെ സംബന്ധിച്ചൊരു കാര്യം പ്രത്യേകിച്ച് എൻ്റെ മനസ്സിൽ തട്ടിയിട്ടുള്ളത് നമ്മുടെ ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്ക്, പഴയ നമ്മുടെ ഭൂപണയ ബാങ്ക്, പേര് മാറ്റിയിട്ടാണല്ലോ കാർഷിക വികസന ബാങ്കായി. അത് പണ്ട് ഇരിഞ്ഞാലക്കുട കേന്ദ്രമാക്കിയുള്ള താലൂക്കിൽ നിന്നും ബൈഫർക്കേറ്റ് ചെയ്താണ് ഇവിടെ നമ്മുടെ ഈ മേഖലയെ ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്കായി പ്രവർത്തിച്ചത്. അതിന് മനോഹരമായൊരു കെട്ടിടം അവിടെ നിർമ്മിച്ചു എന്ന് മാത്രമല്ല, അതിൻ്റെ സേവനം എല്ലാവർക്കും പ്രയോജനകരമായി മാറ്റാൻ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. ഏറ്റവും എന്നെ സ്വാധീനിച്ചൊരു കാര്യം, എനിക്ക് മതിപ്പുളവാക്കിയത്, ഒരു സിംഗിൾ പൈസ വാങ്ങിക്കാതെയാണ് അവർ നിയമനം നടത്തിയത്. നാസർ, ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ട്. നമുക്കറിയാം, സഹകരണ സ്ഥാപനങ്ങളെക്കുറിച്ച് ഏത് പാർട്ടിയിൽപ്പെട്ട ആളുകളായാലും എത്രയോ ആക്ഷേപങ്ങൾ കടന്നു വരാറുണ്ട്. പക്ഷെ 10-13 പേരെ നിയമിച്ച് ഒരു പൈസ പോലും പ്രതിഫലമായി സ്വീകരിക്കാതെ അവരുടെ മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ, ഓഫ് കോഴ്സ് സ്വാഭാവികമായ രാഷ്ട്രീയ ആഭിമുഖ്യം നോക്കിക്കാണും. പക്ഷെ അത് നോക്കുമ്പോഴും അതിൻ്റെ ആ മെറിറ്റ് സാക്രിഫൈസ് ചെയ്യാതെ, അവിടെ വിട്ടുവീഴ്ച ചെയ്യാതെ അത് നടത്തി എന്നുള്ളത് നാസറിൻ്റെ സത്യസന്ധതയുടെ ഏറ്റവും വലിയ മകുടമായ ഉദാഹരണമാണ്. കയ്പമംഗലം നിയോജക മണ്ഡലം NDA സ്ഥാനാർത്ഥി അതുല്യ ഘോഷിന് സ്വീകരണം നൽകി. SNDP യോഗം നാട്യ യൂണിയന്റെ ആഭിമുഖ്യത്തിൽ കയ്പമംഗലം നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന എടത്തേത്തി, കയ്പമംഗലം പഞ്ചായത്തുകളിലെ SNDP ശാഖ ഭാരവാഹികളും ചേർന്നാണ് അതുല്യ ഘോഷിന് സ്വീകരണം നൽകിയത്. നാട്യ യൂണിയൻ മുൻ സെക്രട്ടറിയും നിലവിൽ ചേലക്കര യൂണിറ്റിന്റെ അഡ്മിനിസ്ട്രേറ്ററും കൂടിയാണ് കയ്പമംഗലത്തെ NDA BDJS യൂണിയൻ മുൻ സെക്രട്ടറിയും നിലവിൽ ചേലക്കര യൂണിറ്റിന്റെ അഡ്മിനിസ്ട്രേറ്ററും കൂടിയാണ് കയ്പമംഗലത്തെ NDA BDJS സ്ഥാനാർത്ഥി അതുല്യ ഘോഷ്. നാട്ടിക യൂണിയൻ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ തഷ്നാത്ത് സ്വീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ സെക്രട്ടറി മോഹനൻ കണ്ണമ്പുള്ളി അധ്യക്ഷത വഹിച്ചു. യോഗം ബോർഡ് മെമ്പർമാരായ ജയന്തൻ പുത്തൂർ,
പ്രകാശ് കടവിൽ, യൂണിയൻ കൗൺസിലർമാരായ നരേന്ദ്രൻ തയ്യിൽ, CS ഗണേശ്, ബിനോയ് പാണപ്പറമ്പിൽ, PS പ്രജോദ്, യൂണിയൻ വനിതാ സംഘം പ്രസിഡന്റ് ബിന്ദു മനോജ്, യൂണിയൻ യൂത്ത് മൂവ്മെന്റ് വൈസ് പ്രസിഡന്റ് ജിച്ചിൻ മച്ചിങ്ങൽ തുടങ്ങിയവർ സംസാരിച്ചു. എടത്തുരുത്തി ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDS ചെയർപേഴ്സൺ പദവി ദുരുപയോഗം ചെയ്തെന്നാരോപിച്ച് UDF പഞ്ചായത്ത് അംഗങ്ങളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. LDF സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിലേക്ക് കുടുംബശ്രീ അംഗങ്ങൾ നിർബന്ധപൂർവ്വം പങ്കെടുപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ നിർദ്ദേശം നൽകിയത് ചട്ടലംഘനമാണെന്ന് UDF അംഗങ്ങൾ ആരോപിച്ചു. ഇത് സംബന്ധിച്ച് ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയിട്ടുണ്ടെന്നും പ്രതിഷേധക്കാർ പറഞ്ഞു. പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധ സമരം DCC ജനറൽ സെക്രട്ടറി സഞ്ജയ് വയനപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം MU ഉമറുൽ ഫാറൂഖ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ PK ഹംസ, PS ഷാജഹാൻ, ഷാജി കണ്ണങ്കിലത്ത്, KA മുഹമ്മദ് നബീൽ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ TK പ്രകാശൻ, PD സജീവ്, നേതാക്കളായ PP സലീം, TA നാസിമുദ്ദീൻ, വനിതാ ലീഗ് ജില്ലാ ട്രഷറർ സാജിദ പുതിയ വീട്ടിൽ, രാമകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. തോൽവി ഉറപ്പാക്കിയ LDF കേരളത്തിലായാലും നമ്മുടെ കയ്പമംഗലത്തായാലും തോൽവി ഉറപ്പാക്കിയ LDFിൻ്റെ നേതൃത്വം ഈ സാധാരണ പ്രവർത്തകരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് ഈ വത്സരാജിൻ്റെ സമ്മേളനങ്ങൾ പങ്കെടുക്കാൻ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വളരെ മ്ലേച്ഛകരമായ പദങ്ങളാണ് ഓരോ ദിവസങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ തന്നെ ഏറ്റവും സമുന്നതനായ കമ്മ്യൂണിസ്റ്റ് ആശയത്തിൽ ഇപ്പോഴും വിശ്വസിക്കുന്ന ശ്രീ G സുധാകരനെ ചെറ്റ എന്നാണ് അദ്ദേഹം അഭിസംബോധന ചെയ്തത്. നമുക്കറിയാം, 2-3 ടൈം മുമ്പ് ബഹുമാന്യായ NK പ്രേമൻ തന്നെ പരനാറിയെന്ന് ഇദ്ദേഹം ഓരോ പദങ്ങൾ ഉപയോഗിക്കും തോറും ഇവിടെ LDFിൻ്റെ പതനം, കേരളത്തിലെ LDFിൻ്റെ പതനം ആസന്നമായിക്കൊണ്ടിരിക്കുകയാണ്. സാമുദായിക സഹോദര്യം നിലനിർത്താൻ ജാതി സെൻസസ് നടത്തുക എന്ന മുദ്രാവാക്യം ഉയർത്തി ശ്രീനാരായണ ദർശനവേദിയും നാരായണൻ പഠന കേന്ദ്രവും DSMവും സംയുക്തമായി ഗുരുമാനവീയം പരിപാടി സംഘടിപ്പിച്ചു. മതിലകം സെന്ററിൽ ശിവഗിരി മഠം ബ്രഹ്മചാരി സൂര്യശങ്കർ ഉദ്ഘാടനം ചെയ്തു. NB അജിതൻ അധ്യക്ഷത വഹിച്ചു. KS ഉമറൈ മണികണ്ഠൻ കാട്ടാമ്പിളി, അജ്മൽ എടവിലങ്ങ്, MK ഗോപി, സുഗുണ പ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു. 100 വർഷം മുമ്പ് ജന്തുബലിക്കും തെറിപ്പാട്ടിനുമെതിരെ സഹോദരൻ അയ്യപ്പൻ കൊടുങ്ങല്ലൂരിൽ നടത്തിയ പ്രതിഷേധത്തെ സനാതാനികൾ ആക്രമിച്ചപ്പോൾ അദ്ദേഹത്തെ രക്ഷിച്ചത് സിദി സാഹിബിന്റെ പിതാവായിരുന്നു. ആ കുടുംബത്തിലെ അംഗം PA സിദിയെ ഗുരുമാനവീയത്തിനു വേണ്ടി സൂര്യശങ്കർ ആദരിച്ചു. കൂടാതെ സവർണ സംവരണത്തിനെതിരെ ഒരു ജാതി പിള്ളേ രാഷ്ട്ര എന്ന സിനിമയുടെ സംവിധായകനും PK റോസി പുരസ്കാര ജേതാവുമായ പ്രശാന്ത് ഈഴവനെ ചടങ്ങിൽ ആദരിക്കുകയും ചെയ്തു. നാട്ടിക നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സുനിൽ ലാലൂരിനെ വിജയിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് പഴയ ഇലക്ഷൻ പ്രചരണത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് പ്രചരണ പരിപാടികൾ സംഘടിപ്പിച്ചു. നാട്ടിക നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സുനിൽ ലാലൂരിനെ വിജയിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് താന്യം മണ്ഡലം UDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ ആൻഡോ തൊറയന്റെ നേതൃത്വത്തിൽ പഴയകാല ഇലക്ഷൻ പ്രചരണത്തെ ഈ കാലഘട്ടത്തുള്ളവർക്ക് പരിചയപ്പെടുത്തി സൈക്കിളിൽ പ്രതീകാത്മകമായി കോളാമ്പി സ്പീക്കർ ഘടിപ്പിച്ചു സ്ഥാനാർത്ഥി സുനിൽ ലാലൂരിന്റെ കട്ടൗട്ടർ കെട്ടി ചിഹ്നവും അരങ്ങും ഉപയോഗിച്ച് അലങ്കരിച്ചാണ് താന്യം മണ്ഡലത്തിലെ 19 വാർഡുകളിൽ സഞ്ചരിക്കുന്നത്. ഹനീഫ പൈനൂർ, ബഷീർ, ലൂയിസ് താണിക്കൽ, രാജൻ, വിൻസെന്റ് കുണ്ടുകുളങ്ങര, തിലകൻ VK എന്നിവർ നേതൃത്വം നൽകി. ആറാട്ടുപുഴ പൂരത്തിന്റെ ആതിഥേയനായ ആറാട്ടുപുഴ ശാസ്താവിന്റെ എഴുന്നള്ളിപ്പുകൾക്ക് ആവശ്യമായ ചമയങ്ങൾ ഭക്തർ സമർപ്പിച്ചു. പുഷ്പദീപങ്ങളാൽ അലങ്കൃതമായ ശാസ്താവിന്റെ തിരുനടയിലായിരുന്നു സമർപ്പണം. കുടയുടെ മെറ്റൽ പെരുമ്പള്ളിശ്ശേരി സ്മിതേഷ് ശശിധരനാണ് നിർമ്മിച്ചത്. സ്വർണ്ണമുക്കൽ ചേർപ്പ് KA ജോസും, തുന്നൽ തൃശൂർ VM പുരുഷോത്തമനും, മണിക്കൂട്ടം മിനുക്കൽ പെരിങ്ങാവ് ഗോളിയുടമ രാജനും, ആലവട്ടം ചാമരം എന്നിവ ഒരുക്കിയതിൽ കുറ്റുമുക്ക് ചാത്തനാത്ത് രാംകുമാറുമാണ് ചുമതല വഹിച്ചത്. തലോറിൽ ശ്രീനാരായണ സ്റ്റോപ്പിനു സമീപം ടയർ പൊട്ടിയതിനെ തുടർന്ന് തടിലോറി നിയന്ത്രണം വിട്ടുമറിഞ്ഞു. ലോറി മറിഞ്ഞ് പാമ്പൂക്കാടൻ ചന്ദ്രന്റെ മതിലും ഗേറ്റും തകർന്നു. വൈദ്യുതി തൂണുകളും ഒടിഞ്ഞു വീണു. ഡ്രൈവറും സഹായിയും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. കോഴിക്കോട് നിന്നും പെരുമ്പിലാവിലേക്ക് പോയിരുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. കൊടകരയിൽ വൈക്കോൽ കയറ്റി വന്ന മിനി ലോറിക്ക് തീപിടിച്ചു. ദേശീയപാതയിൽ നിന്ന് കനകമല മേച്ചിറ റോഡിലേക്ക് തിരിയുന്ന ഭാഗത്തായിരുന്നു അപകടം. വൈക്കോലിൽ നിന്ന് തീയും പുകയും ഉയരുന്നത് കണ്ട നാട്ടുകാർ ഡ്രൈവറെ വിവരമറിയിക്കുകയായിരുന്നു. ഉടൻ ഡ്രൈവർ വാഹനം നിർത്തി
പുറത്തിറങ്ങിയതിനാൽ ആളഭയം ഒഴിവായി. വിവരമറിയിച്ചതിനെ തുടർന്ന് ചാലക്കുടി, പുതുക്കാട് എന്നിവിടങ്ങളിൽ നിന്ന് അഗ്നിശമന സേനാ യൂണിറ്റ് എത്തി തീയണച്ചു. സാമ്പത്തിക ഇടപാടിനെ ചൊല്ലിയുള്ള തർക്കത്തിനിടെ വരന്തരപ്പള്ളി ഇഞ്ചക്കുണ്ടിൽ യുവാവിന് വെട്ടേറ്റ സംഭവത്തിൽ ഒരാൾ പിടിയിൽ. ഇഞ്ചക്കുണ്ട് സ്വദേശി പാനിക്കുളം വീട്ടിൽ ആൽബിനെയാണ് വരന്തരപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇഞ്ചക്കുണ്ട് സ്വദേശി വട്ടപ്പാറയ്ക്കൽ ശ്യാംരാജിനാണ് വെട്ടേറ്റത്. ശ്യാംരാജിന്റെ അച്ഛനും ആൽബിന്റെ സുഹൃത്തുമായി സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നു. ഇതിനെക്കുറിച്ച് ചോദിക്കുന്നതിനിടയിലാണ് ഇരുവരും തമ്മിൽ തർക്കം നടന്നത്. പരസ്പരം വെല്ലുവിളി നടക്കുന്നതിനിടെ ആൽബിൻ വീട്ടിൽ നിന്ന് വെട്ടുകത്തി കൊണ്ടുവന്ന് ശ്യാംരാജിനെ വെട്ടുകയായിരുന്നു. കൂടെയുണ്ടായിരുന്ന ആൽബിന്റെ സുഹൃത്തിനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന തുടങ്ങി. ജില്ലയിൽ 13 മണ്ഡലങ്ങളിലായി 109 പേർ പത്രിക സമർപ്പിച്ചിട്ടുണ്ട്. വിമതരെയും അപരന്മാരെയും പിന്തിരിപ്പിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് പാർട്ടികളും സ്ഥാനാർത്ഥികളും. സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള സമയം അനുവദിച്ചിരിക്കുന്നത് വ്യാഴാഴ്ച വരെയാണ്. കൊടുങ്ങല്ലൂർ ഭരണിയുടെ പശ്ചാത്തലത്തിൽ സിനിമയ്ക്ക് വേണ്ടി ചിത്രീകരിച്ച രംഗം ദുരുദ്ദേശപരമായി പ്രചരിക്കുന്നതിനിടെ പ്രതിഷേധം ശക്തം. ഒരു പോലുദ്യോഗസ്ഥൻ കോമരത്തെ ചവിട്ടി വീഴ്ത്തുന്നതും തുടർന്നുണ്ടാകുന്ന സംഘർഷവുമാണ് ദൃശ്യത്തിലുള്ളത്. ഈ ദൃശ്യം യാഥാർത്ഥ്യത്തിൽ സംഭവിച്ചതാണെന്ന വിധത്തിലാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നത്. സിനിമാ ഷൂട്ടിങ്ങിനിടെ എടുത്ത വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയായിരുന്നു. അതേസമയം ഷൂട്ടിംഗ് നടത്താൻ അനുമതി തേടിയിരുന്നില്ലെന്ന് ദേവസ്വം അധികൃതർ അറിയിച്ചു. കൊടുങ്ങല്ലൂർ മേഖലയിൽ അപ്രതീക്ഷിത ഇന്ധനക്ഷാമം. നഗരത്തിലും പരിസര പ്രദേശങ്ങളിലുമാണ് ഇന്ധന ലഭ്യത കുറഞ്ഞത്. ചില പമ്പുകൾ അടച്ചുപൂട്ടി കഴിഞ്ഞു. മറ്റു ചിലയിടങ്ങളിൽ ഡീസൽ സ്റ്റോക്ക് ഇല്ലാത്ത അവസ്ഥയുണ്ട്. കൊടുങ്ങല്ലൂരിൽ ഫ്ളാറ്റിലെ ഫ്രിഡ്ജിൽ നിന്നും ഗർഭസ്ഥ ശിശുവിന്റെ മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ പോലീസ് ശാസ്ത്രീയ തെളിവുകൾ തേടുന്നു. ചാത്തേടത്ത് പറമ്പിലുള്ള ഫ്ളാറ്റിൽ താമസിക്കുന്ന യുവദമ്പതികളുടെ മുറിയിൽ നിന്നുമാണ് 3 മാസത്തോളം പ്രായമുള്ള ഗർഭസ്ഥ ശിശുവിന്റെ മൃതദേഹം കണ്ടെത്തിയത്. രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്ന് തിങ്കളാഴ്ച വൈകുന്നേരം പോലീസ് നടത്തിയ പരിശോധനയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ഫ്രിഡ്ജിനകത്ത് ആമി എന്നെഴുതിയ ചെറിയ പെട്ടിക്കുള്ളിൽ സൂക്ഷിച്ച നിലയിലായിരുന്നു മൃതദേഹം. സംഭവവുമായി ബന്ധപ്പെട്ട് യുവതി നൽകിയ മൊഴി പോലീസ് പൂർണ്ണമായും മുഖവിലക്കെടുത്തിട്ടില്ല. 3 മാസം ഗർഭിണിയായ യുവതി ഇക്കഴിഞ്ഞ 20-ാം തീയതി മാസം തികയാതെ പ്രസവിക്കുകയായിരുന്നുവെന്നാണ് യുവതി പോലീസിനോട് പറഞ്ഞത്. നഴ്സിംഗ് പഠിച്ച യുവതി ഭ്രൂണം സ്വയം വേർപെടുത്തിയതായും യുവതി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ഭ്രൂണം കളയാനുള്ള ബുദ്ധിമുട്ട് കാരണമാണ് മൃതദേഹം ഫ്രിഡ്ജിൽ സൂക്ഷിച്ചതെന്നും യുവതി പറഞ്ഞു. പലിയക്കര ടോൾ പ്ലാസ മാനേജരെ ആക്രമിച്ച് കാർ അടിച്ചു തകർത്ത കേസിൽ 2 പേർക്കെതിരെ വരന്തരപ്പള്ളി പോലീസ് കേസെടുത്തു. കല്ലൂർ മാവിൻ ചുവട് സ്വദേശി പ്ലാപ്പള്ളി വീട്ടിൽ വിഷ്ണു, ആമ്പല്ലൂർ സ്വദേശി ജിയോ എന്നിവർക്കെതിരെയാണ് കേസെടുത്തത്. വ്യാഴാഴ്ച രാത്രി വട്ടണാത്തറ സഹകരണ ബാങ്കിന്റെ മുൻപിലായിരുന്നു സംഭവം. ടോൾ പ്ലാസ മാനേജർ ശ്യാംലാൽ പാർത്ഥസാരഥിക്കാണ് ആക്രമണത്തിൽ പരിക്കേറ്റത്. ശ്യാമിന്റെ സുഹൃത്തായ വിഷ്ണു ഫോണിൽ വിളിച്ചാവശ്യപ്പെട്ടതോടെയാണ് ശ്യാമും സുഹൃത്തും വട്ടണാത്തറയിലെത്തിയത്. ബാങ്കിന് മുൻപിൽ കാർ നിർത്തി കാത്തു നിൽക്കുന്നതിനിടെ മറ്റൊരു കാറിലെത്തിയ വിഷ്ണു ഹോക്കി സ്റ്റിക്കുമായി ശ്യാമിനെ ആക്രമിക്കുകയായിരുന്നു. തളിക്കുളത്തെ ക്ഷേത്രം ഓഫീസ് കുത്തി തുറന്ന് മോഷണം. ക്ഷേത്രത്തിനു സമീപത്തെ ഓഫീസിന്റെ ഷട്ടർ തുറന്ന് അകത്തു കടന്ന മോഷ്ടാക്കൾ മേശ കുത്തി തുറന്നാണ് 15,000-ഓളം വരുന്ന പണം കവർന്നത്. ചില്ലറ നാണയങ്ങൾ കവർച്ച ചെയ്തിട്ടില്ല. തുടർന്ന് ഓഫീസിനുള്ളിലെ മുറിയുടെ താഴെ തകർത്ത് അലമാര കുത്തി പൊളിച്ചാണ് സ്വർണ്ണപ്പൊട്ട് മോഷ്ടിച്ചത്. ഫയലുകൾ വാരിവലിച്ചിട്ട നിലയിലായിരുന്നു. തിങ്കളാഴ്ച പുലർച്ചെ 3-ഓടെ അടിച്ചുതൊളിക്കാരൻ പ്രശാന്ത് എത്തിയപ്പോൾ ഓഫീസ് തുറന്ന നിലയിൽ കണ്ട് ക്ഷേത്ര ഭാരവാഹികളെയും തുടർന്ന് പോലീസിനെയും വിവരമറിയിക്കുകയായിരുന്നു. വാടാനപ്പള്ളി പോലീസും ഇരിങ്ങാലക്കുടയിൽ നിന്നെത്തിയ ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും പരിശോധന നടത്തി. പോലീസ് നായ 100 മീറ്റർ ദൂരെയുള്ള തളിക്കുളങ്ങര കുളം വരെയും തിരിച്ചു വന്ന് ക്ഷേത്രത്തിന് 50 മീറ്റർ കിഴക്ക് വൈദ്യുതി പോസ്റ്റ് വരെയും പോയി നിന്നു. ഓഫീസിനകത്തെ നിരീക്ഷണ ക്യാമറയും DVR-ഉം നഷ്ടപ്പെട്ടുവെങ്കിലും സമീപത്തെ ഒരു സ്വകാര്യ കടയുടെ ക്യാമറയിൽ 2 പേർ കുളക്കരയിലേക്ക് പോകുന്നതും തിരിച്ചു വരുന്നതിന്റെയും ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട്. എന്നാൽ ആളുകളെ വ്യക്തമാകാത്ത നിലയിലാണ്. DVR-ന്റെ ചില അവശിഷ്ടങ്ങൾ കുളത്തിനു സമീപം കണ്ടെത്തി. എന്നാൽ ഓഫീസിന്റെ താഴ് അപഹരിക്കപ്പെട്ടിട്ടുണ്ട്. പുലർച്ചെ 1:50-ന് പോലീസ് എത്തി പതിവ് പോലെ ക്ഷേത്രത്തിന് പുറത്തുവെച്ച പുസ്തകത്തിൽ ഒപ്പിട്ടു പോകുമ്പോൾ നടപ്പുരയിൽ ലൈറ്റിട്ട നിലയിലായിരുന്നുവെന്ന് പറയുന്നു. സംശയം തോന്നാതിരുന്നതിനാൽ പരിശോധന നടത്തിയില്ല. അതേസമയം വൈകിട്ട് നട അടച്ചു പോകുമ്പോൾ ഓഫീസിന് മുന്നിലെ ഒരു ബൾബ് ഒഴികെ മറ്റെല്ലാ ലൈറ്റുകളും ഓഫാക്കിയിരുന്നുവെന്ന് ക്ഷേത്ര സമിതി പ്രസിഡന്റ് ശശീന്ദ്രൻ വല്ലത്ത് പറഞ്ഞു.
എടമുട്ടത്ത് ഉൾപ്പെടെ 2 അടിപ്പാതകൾ കൂടി അനുവദിച്ചു. ദേശീയപാത 66-ൽ രണ്ടിടത്ത് കൂടി അടിപ്പാതകൾ അനുവദിച്ച് സർക്കാർ ഉത്തരവായി. എടമുട്ടം സെൻട്രലിലും കൊടുങ്ങല്ലൂർ CI ജംഗ്ഷനിലുമാണ് പുതിയ അടിപ്പാതകൾ NH അതോറിറ്റി അനുമതിയായത്. സ്മോൾ വെഹിക്കിൾ അണ്ടർപാസ് ആണ് ഇവിടങ്ങളിൽ വരികയെന്നും അധികൃതർ അറിയിച്ചു. കൊടുങ്ങല്ലൂരിലെ ജനങ്ങളുടെ പ്രധാന ആവശ്യങ്ങളിൽ ഒന്നായിരുന്ന CI ഓഫീസ് സിഗ്നലിലെ LVUP അണ്ടർപാസേജ് നിരന്തരമായി LVUP അനുവദിക്കുന്നതിന് വേണ്ടി കേന്ദ്രമന്ത്രിക്ക് നേരിട്ട് കത്ത് കൊടുക്കുകയും ഇടപെടലുകൾ നടത്തുകയും ചെയ്തതാണ്. ഈ ശ്രമങ്ങളുടെയും ജനകീയ സമരങ്ങളുടെയും ഫലമായി ഇപ്പോൾ കൊടുങ്ങല്ലൂർ CI ഓഫീസ് സിഗ്നലിൽ ചെറിയ വാഹനങ്ങൾ കടന്നു പോകാനുള്ള സ്മോൾ വെഹിക്കിൾ അണ്ടർപാസേജ് അനുമതി ആയിട്ടുണ്ട്. ഗുരുവായൂരിലെ BJP സ്ഥാനാർത്ഥി B. ഗോപാലകൃഷ്ണന്റെ പത്രിക സ്വീകരിച്ചു. വർഗീയ പരാമർശം നടത്തിയെന്നാരോപിച്ച് ഗോപാലകൃഷ്ണന്റെ പത്രിക തള്ളണമെന്ന് മറ്റു പാർട്ടികൾ സൂക്ഷ്മ പരിശോധനയിൽ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഈ ആവശ്യം വരണാധികാരി അംഗീകരിച്ചില്ല. കേസിൽ ശിക്ഷിക്കപ്പെട്ടാലേ മത്സരിക്കാൻ തടസ്സമുള്ളൂവെന്ന് വരണാധികാരി വ്യക്തമാക്കി. കേച്ചേരിയിൽ കാറും ലോറിയും കൂട്ടിയിടിച്ച് കാറിൽ യാത്രക്കാരായ 4 പേർക്ക് പരിക്കേറ്റു. പാലക്കാട് കുമരനെല്ലൂർ സ്വദേശികളായ വരമ്പരകത്ത് വീട്ടിൽ വിപിൻ, തൈവളപ്പിൽ വീട്ടിൽ അനീഷ്, തൃത്താല ആലൂർ സ്വദേശികളായ ചക്കിക്കാവ് വീട്ടിൽ മണികണ്ഠൻ, കുണ്ടൂർ ചിറ്റേപ്പുറത്ത് വീട്ടിൽ അനൂപ് എന്നിവർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റ 4 പേരെയും തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. UDF അഴീക്കോട് മണ്ഡലം കൺവെൻഷൻ KPCC ജനറൽ സെക്രട്ടറി സോണിയാഗിരി ഉദ്ഘാടനം ചെയ്തു. UDF മണ്ഡലം ചെയർമാൻ KM സാദത്ത് അധ്യക്ഷത വഹിച്ചു. സ്ഥാനാർത്ഥി TM നാസർ, KPCC നിർവാഹക അംഗം MK അബ്ദുൽ സലാം, DCC സെക്രട്ടറിമാരായ CS രവീന്ദ്രൻ, TK ഷംസുദ്ദീൻ, ഡൊമിനിക്, ബ്ലോക്ക് പ്രസിഡന്റ് PV മൊയ്തു, മണ്ഡലം കൺവീനർ KA നൌഷാദ് തുടങ്ങിയവർ സംസാരിച്ചു. വാഹനാപകടത്തിൽ പരിക്കേറ്റ മധ്യവയസ്കന് രക്ഷകനായി പൊതുപ്രവർത്തകൻ അബ്ദുൾ റഹ്മാൻ. തിരുവില്ലാമല പഞ്ചായത്ത് മാലിന്യ സംസ്കരണ കേന്ദ്രത്തിലെ താൽക്കാലിക ഡ്രൈവർ അബ്ദുൾ റഹ്മാനാണ് പരിക്കേറ്റയാളെ ആശുപത്രിയിലെത്തിച്ച് മാതൃകയായത്. സ്കൂട്ടർ യാത്രികനായ ഇരുവത്തൊടി തെക്കേക്കളത്തിൽ ജനാർദ്ദനനാണ് പരിക്കേറ്റത്. ആറാട്ടുപുഴ ക്ഷേത്രത്തിൽ വ്യാഴാഴ്ച വെളുപ്പിന് ശാസ്താവിന്റെ തിരുവാതിര പുറപ്പാട് നടക്കും. തന്ത്രിയുടെ അനുമതിയോടെ പാണികൊട്ടി ശാസ്താവിന്റെ തിടമ്പ് കയ്യിൽ വെച്ച് ഒരു തവണ പ്രദക്ഷിണം കഴിഞ്ഞാൽ ചെമ്പട കൊട്ടി പുറത്തേക്ക് എഴുന്നള്ളി പ്രദക്ഷിണം തുടങ്ങും. ക്ഷേത്രത്തിന്റെ വടക്കേ പ്രദക്ഷിണ വഴിയിൽ ചെമ്പട അവസാനിച്ചാൽ വിസ്തരിച്ച വിളക്കാചാരം നടക്കും. തുടർന്ന് വലംതലയിൽ ശ്രുതിയോടുകൂടി 1.5 പ്രദക്ഷിണം കഴിഞ്ഞ് കിഴക്കേ നടയിൽ തെക്കോട്ട് അഭിമുഖമായി നിന്ന് കുറുകൊട്ടി അവസാനിക്കും. ആറാട്ടുപുഴ ക്ഷേത്രത്തിൽ പൂരത്തിന് മുന്നോടിയായി ചമയ പ്രദർശനം ആരംഭിച്ചു. വിവിധ വലിപ്പത്തിലുള്ള കോലങ്ങൾ, നെറ്റിപ്പട്ടങ്ങൾ, പട്ടുകുടകൾ, ആലവട്ടം, ചാമരം, കൈപ്പന്തം തുടങ്ങിയവയുടെ പ്രദർശനമാണ് ആരംഭിച്ചത്. ശാസ്താവിന്റെ എഴുന്നള്ളിപ്പിനു വേണ്ടി ഇപ്രാവശ്യം ഭക്തർ സമർപ്പിച്ച ചമയങ്ങളും പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ക്ഷേത്രാങ്കണത്തിൽ പ്രത്യേകം സജ്ജമാക്കിയ മണ്ഡപത്തിലാണ് പ്രദർശനം നടക്കുന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃപ്രയാർ തേവരുടെ മകയിലെ പുറപ്പാട് ഭക്തി നിർഭരമായി. നാട്ടിക മണ്ഡലം ഇടതുപക്ഷത്തോടൊപ്പം ഉറച്ചു നിൽക്കുന്നുവെന്നും വർഗ വഞ്ചകരെ നാട്ടിക ഒറ്റപ്പെടുത്തുമെന്നും KV അബ്ദുൽ ഖാദർ. NDA നാട്ടിക നിയോജക മണ്ഡലം സ്ഥാനാർത്ഥി CC മുകുന്ദന്റെ തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ നാട്ടിക SN ഹാളിൽ നടന്നു. തൃപ്പയാറിൽ ജിംനേഷ്യത്തിന്റെയും ബ്യൂട്ടി സലൂണിന്റെയും മറവിൽ ലഹരി വിൽപ്പന. 2.270 കിലോഗ്രാം ഹാഷിഷ് ഓയിലുമായി യുവതി പിടിയിൽ. ഇതോടെ വാർത്താ നേരം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.